Hi friends, welcome back to Colors Malayalam Stitching. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിഫോം പിനോഫറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പിനോഫറിൻ്റെ കട്ടിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിൽ ഐ കാർഡ്സിലും കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബോഡി പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് എല്ലാം നമ്മൾ 2 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഷോൾഡർ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്കും ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ 2 സൈഡും അതുപോലെ നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. അതിനുശേഷം സ്റ്റിച്ചിന് തട്ടാതെ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേറ്റ് നമ്മളെ വേസ്റ്റിൻ്റെ വിഡ്ത്തും അതുപോലെ ഷോൾഡറൊക്കെ ഒന്ന് അളന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഞാനിതുപോലെ 2 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നെക്കും അതുപോലെ ഈ ഒരു ഭാഗവും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതുപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതും നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇടത് ഭാഗത്ത് ഫ്രണ്ടിൽ നമുക്ക് ഹുക്കിന് പടി വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നെക്കും അതുപോലെ ഈ ഒരു സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ ഒന്ന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പീസിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൻ്റെ വലതുഭാഗം ഇതുപോലെ കറക്റ്റായി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു വശത്ത് ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ഉൾവശത്തോടുകൂടി ഇതുപോലെ ഷോൾഡറായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുമ്പോൾ നമ്മളെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിന് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തത്. നമ്മൾ ഷോൾഡർ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഷോൾഡർ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അതുപോലെ നെക്കൊക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്കേർട്ട് എങ്ങനെയാണ് അളവെടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ
പിന്നെ പോക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തോട് പോക്കറ്റ് ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ പോക്കറ്റിൻ്റെ രണ്ടാമത്തെ വശം ഇതുപോലെ രണ്ടാമത്തെ പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് പോക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇത് മുതൽ ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൻ്റെ രണ്ട് വശം ഒന്ന് ഒരു 5 ഇഞ്ച് നീളത്തിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ബാൻഡിൽ നമുക്കിത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ സെൻറ്ററിലാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് വീതി വെച്ചിട്ട് നമുക്കിതിന് പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ 2 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ പോക്കറ്റ് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് നമുക്കൊന്ന് പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പ്ലീറ്റ്സും ഒരേ വലിപ്പത്തിൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് പോക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലീറ്റ്സ് വരുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ പ്ലീറ്റ്സും നമുക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാൻഡ് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാൻഡ് ഇതുപോലെ ഈ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് മുകളിലും 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു സെൻറ്ററിലാണ് നമ്മൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്കിതിൻ്റെ ബോഡി പാർട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഇതുപോലെ നമുക്ക് എത്രയാണോ ബോഡിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് രണ്ടിൻ്റെ സെൻറ്ററിൽ ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുഴുവനും നമ്മൾ ലോക്കായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
അപ്പോൾ അതിന് നമുക്ക് ആദ്യം അതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഒരു സെൻറ്ററിൽ നിന്നൊരു 2 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു 2 പീസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് മുതൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ ബോഡിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വശത്ത് നമുക്ക് ബെൽറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാൻഡിൽ നിന്നും ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഇതുപോലെ വിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കി അതിൻ്റെ ബാക്കി നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഒന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ക്ലിപ്പ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിനെ ഒരു 2 ക്ലിപ്പ് ഇടുന്ന രീതിയിലാണ് ഇതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും അതുപോലെ സെൻറ്ററിലും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു 2 ക്ലിപ്പും കൂടി ഒന്ന് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ ഈ ഒരു 2 ക്ലിപ്പ് നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ ഒരു ഹുക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിനോഫർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.